പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഉചിതമായിട്ടുള്ള രീതിയിൽ നടപടി സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അദ്ദേഹവുമായി ഫോണിൽ അങ്ങ് സംസാരിച്ചോ? ഇല്ല, ഞാൻ ജലീലുമായിട്ട് സംസാരിച്ചില്ല. ഞാൻ അതുമാത്രമല്ല വിശ്വസിക്കുന്നത്, ഈ ജലീലുമായിട്ട് സംസാരിച്ചത് 3 മാസത്തിന് മുൻപാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണം കിട്ടിയപ്പോൾ അത് മാധ്യമങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവന്നത് ചാനലുകളിൽ കൊടുത്തതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു സംഭാഷണം വന്നപ്പോൾ സ്വാഭാവികമായും ജലീൽ അല്പമെങ്കിലും പാർട്ടി സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ, പാലോട് രവിയോട് മാത്രമാണ് വിരോധം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിൻ്റെ ഉന്നതരായ മറ്റ് നേതാക്കന്മാരുണ്ട്. AICC ജനറൽ സെക്രട്ടറി വരെ നമ്മുടെ സംസ്ഥാനത്തു നിന്നുണ്ട്, ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടൊന്നും കൊടുക്കേണ്ടതായിരുന്നു, അല്ലാതെ മാധ്യമങ്ങളിലല്ല. അപ്പോൾ മാധ്യമങ്ങളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുടെയോ ബലമായ കരങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ മുളയിൽ മുള്ളണം. പ്രത്യേകിച്ച് കോൺഗ്രസ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു 8-9 സീറ്റിൽ കോൺഗ്രസ് ഉറപ്പായി ജയിക്കും. അതിനും ആർക്കും ഒരു സംശയവും വേണ്ട. അത്രയും അനുകൂലമായ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കാൻ കോൺഗ്രസിനെ കഴിയൂ, UDFനെ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഒരു സംശയവുമില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം തന്നെയാണോ പാർട്ടിക്കുള്ളത്? തീർച്ചയായും ഈ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ PT തോമസ് മത്സരിച്ചപ്പോൾ കിട്ടിയതിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ചു വന്നത്. ഉമ്മൻചാണ്ടി സാറിന് പുതുപ്പള്ളിയിൽ കിട്ടിയതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ വന്നത്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് അവിടെ അടുത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടൻ വിജയിച്ചത്. ഈ ചേലക്കര നമ്മൾ ജയിച്ചില്ലെങ്കിൽ പോലും 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ അവിടെ കഴിഞ്ഞു. ഇതൊരു വലിയ മാറ്റമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, തെരഞ്ഞെടുപ്പിന് 3-4 മാസത്തിന് മുൻപുള്ള നല്ല മുന്നൊരുക്കമാണ് ഈ തരത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇന്ന് ഭരിക്കുന്ന കക്ഷിക്കെതിരായ ഒരു ജനവികാരം അതുണ്ട്. അത് കോൺഗ്രസ്സിന് ശരിക്കും അനുകൂലമായി വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്നത്. BJPയെ ഞങ്ങൾക്ക് ഭയമില്ല. BJP അവർ ശക്തമാണ്, സമ്പന്നമാണ്, ഇതെല്ലാമാണ്. പക്ഷേ കേരളത്തിൽ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അസംബ്ലി ഇലക്ഷൻ എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഭാവിയിൽ ചിലപ്പോൾ BJPക്ക് ചില സീറ്റുകൾ കിട്ടിയെന്ന് വരാം. അടുത്തു വരുന്നതിൽ ഡയറക്റ്റ് ഫൈറ്റാണ്. UDFും LDFും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഈ ഫൈറ്റിൽ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്ന ജനവിരുദ്ധ നടപടികൾക്കുള്ള ശക്തമായ പ്രകരം LDFന് കിട്ടും. കോൺഗ്രസ് UDF നല്ല ഭൂരിപക്ഷത്തിൽ ഇത്തവണ കേരളത്തിൽ അധികാരത്തിൽ വരും. തിരുവനന്തപുരം ജില്ലയിൽ 8-9 സീറ്റിൽ UDF വിജയിക്കുകയും ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.